കൊല്ലത്തു നിന്നും ചെങ്കോട്ട റൂട്ടിലെ കേരളത്തിൻ്റെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ ആര്യങ്കാവിലേക്കുള്ള ട്രെയിൻ ട്രാവൽ വീഡിയോ ആണിത്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കിടക്കുന്ന കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിനാണ് ആര്യങ്കാവ് വരെ പോകുന്നത്. ഈ ട്രെയിനിൻ്റെ സ്ലീപ്പറിലെ S6 കോച്ചിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അനന്തപുരി എക്സ്പ്രസ്സാണ് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. അതിപ്പോൾ വന്നതേ ഉള്ളൂ. അതിൻ്റെ ലോക്കോമോട്ടീവൊക്കെ അവിടെ ഊരിയിട്ടിട്ടുണ്ട്. തിരിച്ച് 2:50-നാണ് അത് ചെന്നൈയിലേക്ക് പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ കിടക്കുന്നതല്ല, ഞാൻ പോകുന്ന ട്രെയിൻ കിടക്കുന്നത് 1A പ്ലാറ്റ്ഫോമിലാണ്. ആ റൂട്ടിലോട്ടുള്ള ട്രെയിനെല്ലാം അവിടെയാണ് കിടക്കുന്നത്. ഈ WDP4D ഇപ്പോൾ ഈ ട്രെയിനിൽ തന്നെ രാവിലെ ഇങ്ങോട്ട് വന്നതാണ്. അതിപ്പം തിരിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ട്രെയിൻ കൊടുക്കാനല്ല, ഇതിന് ഓൾറെഡി ഒരു WDP4D അവിടെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ പുറകെ തന്നെ ഗുരുവായൂരിൽ നിന്ന് മധുരയ്ക്ക് പോകുന്നൊരു ട്രെയിൻ വരുന്നുണ്ട്, ഗുരുവായൂർ മധുര എക്സ്പ്രസ്. അതിന് കൊടുക്കാനായിരിക്കും ആ ലോക്കോമോട്ടീവ്. ഗോൾഡൻ ഡ്രോപ്പിൻ്റെ തന്നെ വേറെ WDP4D ആണ് ഈ ട്രെയിൻ ഉള്ളത്. അതിപ്പോൾ ഓൾറെഡി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. 12 മണിക്കാണ് ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കോ പൈലറ്റ് അവിടെ പുറത്തിറങ്ങി ഏതാണ്ടൊക്കെ ഫൈനലായിട്ട് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ട്രെയിൻ ഇപ്പോൾ ഇലക്ട്രിക് വെച്ചാണ് ഓടുന്നത്. ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഈ കാണുന്ന WDP4D എന്നായിരുന്നു. നേരത്തെ കണ്ട ആ വണ്ടി ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് കൊടുക്കാനുള്ളത് അവിടെ ദൂരെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡീസൽ റണ്ണാണിത് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി അത് ഇലക്ട്രിക് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ട്രെയിനിന് ഒരു സെക്കൻഡ് AC-യും 2 തേർഡ് AC കോച്ചുമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞില്ല, അവൻ അവിടെ നിന്ന് വരുന്നുണ്ട്, ഗുരുവായൂർ മധുര എക്സ്പ്രസ്. അതിപ്പം 4-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങോട്ടാണ് കയറുന്നത്. ഈ റോഡിൻ്റെ ഒരു WDP4 ആണ് അതിനെ പുള്ളി ചെയ്തുകൊണ്ട് വരുന്നത് ഇങ്ങോട്ട്. ഇവിടുന്ന് നേരത്തെ കണ്ട WDP4D ആയിരിക്കും കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ എടുത്ത ദിവസം ഈ ട്രെയിനെല്ലാം കൊല്ലത്തുനിന്ന് ഡീസൽ വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. S5 കോച്ചിലെങ്ങും ആരും കൊല്ലത്തുനിന്ന് കയറിയിട്ടില്ല. ചിലപ്പോൾ കയറുമായിരിക്കും. എടുക്കാറാകുമ്പോഴത്തേക്ക് ആൾക്കാർ വരുമായിരിക്കും. എൻ്റെ കോച്ച് S6-ലാണ്. അവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് S6 കോച്ച്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഡോറിനടുത്തുള്ള സീറ്റാണ് കിട്ടിയത്, 3-ാം നമ്പർ സീറ്റ്. 12 മണിക്ക് തന്നെ കൊല്ലത്തുനിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് 1A പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കുണ്ടറയാണ്. അതിന് മുമ്പുള്ള കിളിക്കൊല്ലൂരും ചന്ദനത്തോപ്പ് എന്നീ ട്രെയിൻ സ്റ്റോപ്പില്ല. പക്ഷേ നേരത്തെ കണ്ട ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് അവിടെ എല്ലാം സ്റ്റോപ്പുണ്ട്. ഇത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ. പ്ലാറ്റ്ഫോം ഒന്നും കഴിഞ്ഞിട്ടില്ല. പ്ലാറ്റ്ഫോം ഇപ്പോഴും ഇവിടെ ഉണ്ട്. 1A പ്ലാറ്റ്ഫോം കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. ട്രെയിൻ ഇപ്പോഴും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല. ബാക്കി പ്ലാറ്റ്ഫോമൊക്കെ തീർന്നു. ഈ 1A പ്ലാറ്റ്ഫോം ഇങ്ങ് വരെ കിടക്കുന്നത്.
അങ്ങനെ കൊല്ലം ജംഗ്ഷനോട് ബൈ പറഞ്ഞ് ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നു കേട്ടോ, 1A പ്ലാറ്റ്ഫോം. അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പ്ലാറ്റ്ഫോം കഴിഞ്ഞു. ഇവിടം വരെ ഉണ്ട്. ദൂരെ നോക്കുവാണെങ്കിൽ ബാക്കിയൊക്കെ അവിടെ കാണാം. അപ്പോൾ സ്ലീപ്പറിൽ കൊല്ലത്ത് നിന്ന് ആര്യങ്കാവ് വരെ ബേസ് ഫെയർ എന്ന് പറഞ്ഞാൽ 145 രൂപയാണ്. പിന്നെ വേറെ കുറച്ച് പൈസയും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എനിക്ക് 157 രൂപയും കണ്ടാണ് മൊത്തത്തിൽ ആയെന്ന് തോന്നുന്നു. ഇപ്പോഴും ആ സൈഡിൽ 2 ലൈൻ കാണാം. കായംകുളത്തോട്ട് പോകുന്ന റൂട്ടായിരിക്കും, വേറെ ലൈനൊന്നും ഇവിടെ ഇല്ലല്ലോ. ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്കിപ്പാണ് കിളിക്കൊല്ലൂരെത്തി. കിളിക്കൊല്ലൂർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ എത്തി. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 ട്രെയിൻ വന്നത്. S6-ൽ ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറാനുണ്ട്, അധികമൊന്നുമില്ല, 2 പേര്. ഈ വലിയ മരമൊക്കെ തഴച്ച് വളർന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ് കുണ്ടറയുടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഒന്നിലിപ്പോൾ ട്രെയിനൊന്നും വരാനില്ല, അതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല. ഹോണൊക്കെ അടിച്ചു ട്രെയിൻ ഇപ്പോൾ പയ്യെ കുണ്ടറയിൽ നിന്ന് എടുത്തു. അടുത്ത സ്റ്റോപ്പ് കൊട്ടാരക്കര. അപ്പോൾ കുണ്ടറയോടും ബൈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രെയിൻ കൊട്ടാരക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിലൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണല്ലോ കൊട്ടാരക്കര. അപ്പോൾ ട്രെയിൻ അവിടെ എത്തി. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ട്രെയിൻ വന്ന 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇതാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുന്നും കയറാനുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഉള്ള ഈ കോച്ചിൽ ആൾക്കാർ കയറുന്നത് ചാർട്ട് നോക്കിയപ്പോൾ അവർ പുനലൂരിൽ നിന്നും തെങ്കാശിയിൽ നിന്നൊക്കെയാണ് കാണിക്കുന്നത്. ഹോണൊക്കെ അടിച്ച് കൊട്ടാരക്കരയിൽ നിന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങി. അടുത്ത ട്രെയിനിൻ്റെ സ്റ്റോപ്പുള്ളത് ആവണീശ്വരം, പുനലൂരിന് മുമ്പുള്ള ആവണീശ്വരം.
ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. വളഞ്ഞു കിടക്കുന്ന പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ട്രെയിനും ചരിഞ്ഞൊരു സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേഷനാണ് പുനലൂർ. അവിടെ നിന്നാണ് പുറകിൽ വേറെ ലോക്കമൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോൾ പുനലൂരെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കാണ് കയറുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പുറകിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് WDP 4D ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബാക്കിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ട്രെയിൻ 1ലേക്കാണ് വരുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ രാവിലെ ഇപ്പം മധുരയിൽ നിന്ന് പുനലൂരിലോട്ട് വരുന്നൊരു എക്സ്പ്രസ് ഉണ്ടല്ലോ, മധുരൈ പുനലൂർ. അതിപ്പോൾ അവിടെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിടന്നുണ്ട്, രാവിലെ വന്നത്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഇതാണ്. അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്ത് കുറേ മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ പുറകിൽ ലോക്കോ ഓടിപ്പിക്കാനുള്ള പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇത് പഴയ റെയിൽവേയുടെ ഏതോ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ. അങ്ങനെ 2 WDP 4D ആയിട്ട് ട്രെയിൻ പുനലൂരിൽ നിന്ന് എടുത്തു. പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ. ഈ കിടക്കുന്നത് മറ്റേ നേരത്തെ പറഞ്ഞ മധുരൈ പുനലൂർ എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവാണ്, ആരക്കോണത്തിലെ WDP 4. പുനലൂർ സ്റ്റേഷൻ വിട്ട ഉടനെ തന്നെയാണ് ഈ കല്ലട റിവർ ഉള്ളത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഈ റൂട്ടിൽ കൂടെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്. ഇപ്പം ഇതിലേക്കൂടെ 30 കിലോമീറ്ററിലേ പോകത്തുള്ളൂ എന്നൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പയ്യെ പോയി ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പുള്ളത് തെന്മലയിലാണ്. അതിന് മുമ്പ് എടമണെന്നും ഒറ്റക്കൽ എന്നൊക്കെ പറഞ്ഞ് 2 സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ട്രെയിൻ സ്റ്റോപ്പില്ല. എടമൻ്റെ ഒറ്റക്കലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പക്ഷേ ഇതിൻ്റെ പുറകെ വരുന്ന ഗുരുവായൂരിൽ നിന്നുള്ള ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് അതിനെല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. എടമണ്ണും ഒറ്റക്കലും എല്ലാം സ്റ്റോപ്പുണ്ട്. പുനലൂരിൽ നിന്ന് കണ്ട WDP 4D ഇല്ലേ, അത് കണ്ട പുറകെ ഇപ്പോൾ കാണാം. അതിപ്പം ട്രെയിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട വരെ കാണുക.
ആ മലയുടെ മണ്ടയ്ക്കൊക്കെ ഏതാണ്ട് കാണാം. വീടാന്നോ എന്തുവാന്നോ, വീട് പോലെയൊക്കെ ഇരിക്കുന്നു. വീടായിരിക്കും. ഞാൻ പറഞ്ഞ മറ്റേ എടമൺ സ്റ്റേഷൻ എത്തി. എടമൺ സ്കിപ്പ് ചെയ്യുവാണിപ്പോൾ. ഇതാണ് എടമൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ആ കാണുന്നത്. നമ്മൾ ട്രെയിൻ ഇപ്പം രണ്ടിൽ കൂടെയാണ് സ്കിപ്പ് ചെയ്യുന്നത്. സ്റ്റേഷനിലൊന്നും ആരുമില്ല, സ്റ്റേഷൻ മാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. പോകുന്നു. ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പുറത്തൊന്നും ഇങ്ങനൊന്നും കണ്ടില്ല. ഇല്ല കാണുന്നത് വല്ലതാണോ കണ്ണറപ്പാലം? എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്കൂടെ പോകുന്നത്. ആ സംഭവത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പുല്ലൂർ മുതൽ ഇവിടെ നിൽക്കുക.
തെന്മലയ്ക്ക് മുമ്പാണോ തെന്മല കഴിഞ്ഞിട്ടാണോ 13 പാലം ഉള്ളതെന്ന് എനിക്കറിയത്തില്ല, നോക്കണം. എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. അത് സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരുമില്ല. ഒരു ചേട്ടൻ മാത്രം ഇരിപ്പുണ്ട്. മറ്റേ വണ്ടിക്ക് പോകാനുള്ളതായിരിക്കും. ഏതോ ഒരു ടണൽ കഴിയുമ്പോഴാണ് ആ പാലം ഞാനിങ്ങനെ കണ്ടത്. എന്തായാലും ഈ ടണലല്ല, വേറെ ടണലായിരിക്കും. തെന്മല കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ടണലായിരിക്കും. ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി. തെന്മല റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ തെന്മല കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ പാലം ഉള്ളത്. തെന്മലയിൽ അപ്പുറത്തെ സൈഡ് ഇതാണ്, അപ്പുറത്തെ പ്ലാറ്റ്ഫോം. 2 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. തെന്മലയിൽ നിന്ന് വണ്ടി എടുത്തു, തെന്മലയിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇനി അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കാം. പുനലൂരിൽ നിന്ന് തെങ്കാശിക്ക് വന്ന റോഡൊക്കെ ഇപ്പോൾ തെന്മല സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു തുടങ്ങി. തെന്മല സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ റോഡിൻ്റെ അടുത്തോടൊക്കെയാണ് ട്രെയിൻ പോകുന്നത്. അങ്ങനെ 13 പാലം എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ പുനലൂർ മുതൽ ഈ സംഭവത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ സൈഡിൽ വന്ന് നിൽക്കുക. അതിലിപ്പോൾ മനസ്സിലായി ഇവിടെ തെന്മല കഴിഞ്ഞിട്ടാണ് ഈ പാലം ഉള്ളത്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ആ പാലം കഴിഞ്ഞിട്ട് ഉടനെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ പേര് ഇവിടെ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ കഴുത്തുരുട്ടി എന്നാണ്. അതുപോലെ ഇംഗ്ലീഷിൽ കഴുത്തുരുത്തി. ഇവിടെ സ്റ്റേഷനിലെ ബോർഡിൽ അങ്ങനെ എഴുതിക്കുന്നത്. മറ്റേ വേർ ഇസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കുകയാണെങ്കിൽ കഴുത്തുരുത്തി എന്ന് എഴുതിക്കുന്നത്. അപ്പം ശരിക്കുള്ള പേരെന്തോ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്തോ.
ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ള ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാനുള്ള ആര്യങ്കാവാണ്. അതിന് മുമ്പ് വേറെ ഉണ്ട്, നേരത്തെ കണ്ട പോലെ ആ സ്റ്റേഷനും ഇടപ്പാളയം പിന്നെ ന്യൂ ആര്യങ്കാവ്, അങ്ങനെ കുറച്ച് സ്റ്റേഷനൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ട്രെയിൻ സ്റ്റോപ്പില്ല, പുറകെ വരുന്ന ട്രെയിൻ അവിടെ എല്ലാം സ്റ്റോപ്പുണ്ട്. ഇനിയിപ്പോൾ ആര്യങ്കാവിൽ നിന്നും ആരും ഈ കോച്ചിലൊന്നും കയറത്തില്ല. ഈ കോച്ചിൽ ഇനി അടുത്ത ആൾക്കാർ കയറുന്നത് തെങ്കാശിയാണ്. തെങ്കാശിയിൽ നിന്ന് കയറത്തുള്ളൂ. ഞാൻ മറ്റേ പാലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് കുഴഞ്ഞായിരുന്നു ആ സൈഡിൽ. അതുകൊണ്ട് ഞാനിപ്പം വന്ന് എൻ്റെ സീറ്റിൽ വന്നിരുന്നു. അതുകൊണ്ട് ഇടപ്പാളയത്തിൻ്റെ ആര്യങ്കാവിൻ്റെ ഒന്നും, ആര്യങ്കാവല്ല ന്യൂ ആര്യങ്കാവിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് എല്ലാം ഒരു പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു, കാരണം ഇപ്പുറത്തെ സൈഡിലൊന്നും കണ്ടില്ല. ട്രെയിൻ ഇപ്പോൾ ആര്യങ്കാവ് സ്റ്റേഷനിലോട്ട് എത്തി. എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. ആൾക്കാരൊക്കെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നവരായിരിക്കും. പ്ലാറ്റ്ഫോമിന് നീളം കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരൊക്കെ അവിടെ താഴെ ചെന്നിറങ്ങി നിന്നാലേ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളായിരിക്കും. ഇവിടെ പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. വർക്ക് വല്ലതും നടക്കുന്നുണ്ടായിരിക്കും. വർക്കിനുള്ള ആൾക്കാരെയൊന്നും കാണുന്നില്ല. ആര്യങ്കാവിന് ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മലയാണ്. ഈ സൈഡിൽ പ്ലാറ്റ്ഫോം ഒരെണ്ണം. ട്രെയിൻ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ട്രെയിനിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡീസൽ റണ്ണാണിത്. ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഈ ട്രെയിൻ ഇലക്ട്രിക്കായി കഴിഞ്ഞു എന്നാണ് ന്യൂസിൽ കണ്ടത്. അപ്പോൾ ഈ കാണുന്ന WDP4D ചെങ്കോട്ട എത്തുമ്പോൾ അവർ ഊരി മാറ്റും. അപ്പോൾ ആര്യങ്കാവിൽ നിന്ന് ആ ട്രെയിൻ എടുത്തു. അപ്പോൾ അവർക്കിനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ചെങ്കോട്ടയിലാണ്. ആ ട്രെയിൻ ഇപ്പോൾ ഇനി ഇങ്ങനെ ചെങ്കോട്ട തെങ്കാശി അങ്ങനെ പോവും. നാളെ രാവിലെ വെളുപ്പിനെ 3:05 ചെന്നൈ എഗ്മോറിലെത്തുന്ന ടൈം ആ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ആ സമയത്താണ് ചെന്നൈ എത്തുന്നത്. ആര്യങ്കാവ് സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നൊരു ചെറിയൊരു ബിൽഡിങ്ങാണിത്. ചെറിയൊരു ബിൽഡിങ്ങാണ്. ഇവിടെ തിരക്കൊന്നുമില്ല. മറ്റേ വണ്ടിയുടെ സമയമാകുമ്പോൾ ആൾ വരുമായിരിക്കും. അപ്പോൾ ഈ കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.